മണ്ണിൻ്റെ മണവുമായി വീണ്ടുമൊരു വിഷുക്കാലം. സമ്പൽ സമൃദ്ധമായ പ്രകൃതിയുടെ ഓർമ്മക്കാഴ്ച തന്നെയാണ് വിഷുക്കണി. മഞ്ഞയണിഞ്ഞ കൊന്നമരക്കൊമ്പിലിരുന്ന വിഷുപ്പക്ഷി വിളിച്ചുണർത്തുകയാണ് മലയാണ്മയുടെ മണ്ണിനെ, മനസ്സിനെ, പ്രകൃതിയെ തന്നെയും. തളിരിലകളുടെ കുളിർമയാലൊരു കിളിനാദം, വിത്തും കൈകൊട്ടും. വിഷുവെന്ന കൃഷിയുത്സവത്തിൻ്റെ വരവ് തന്നെയാണത്. വിഷുവിന് ഏറ്റവും പ്രധാനം വിഷുക്കണി തന്നെ. വരാനിരിക്കുന്ന ഒരു കൊല്ലത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷയാണ് കണ്ണിന് പൊൻകണിയായി ഉരുളിയിലെത്തുന്നത്. ആണ്ടറുതിയുടെ അവസാനം, വിഷുവിൻ്റെ ആരംഭം. നെടുവീർപ്പുകളുടെ ഒരാണ്ട് കഴിഞ്ഞു, പ്രത്യാശയുടെ വെളിച്ചവുമായി പുതിയൊരാണ്ടിൻ്റെ പിറവി. പുത്തനാണ്ടിന് ഐശ്വര്യമേകാൻ കണിയായി ഒരുക്കുന്നതോ പ്രകൃതിയിലെ വിഭവങ്ങൾ തന്നെ. സമ്പൽ സമൃദ്ധമായ പ്രകൃതിയുടെ കൊച്ചുരൂപം തന്നെയാണ് വിഷുക്കണി. പൂജാമുറിയിൽ വിഷുക്കണിയായി ഒരുക്കുന്നത് നമ്മെ നാമായി നിലനിർത്തുന്ന ഈ പ്രകൃതിയെ തന്നെയാണ്. പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായ ഓട്ടുരുളിയിൽ ആദ്യം ഉണക്കലരി നിരത്തണം. തനിമയാർന്ന ധാന്യസമൃദ്ധിയിലാണ് ജീവിതത്തിൻ്റെ നിലനിൽപ്പ്. ഓട്ടുരുളിയിലെ ഉണക്കലരിയിൽ വയ്ക്കുന്നതും സമൃദ്ധിയുടെ പ്രതീകങ്ങൾ തന്നെ. സ്വർണ്ണ നിറമുള്ള കണിവെള്ളരിക്ക, കൊന്ന പൂക്കുല, വെറ്റില, പഴുക്കടയ്ക്ക, നാളികേരം, കസവുമുണ്ട്. അതിൽ സ്വർണ്ണമാല ചാർത്തി വയ്ക്കുന്നു. സിന്ദൂരച്ചെപ്പ, വാൽക്കണ്ണാടി, ഗ്രന്ഥം, പിന്നെ ചക്ക, മാങ്ങ തുടങ്ങി വീട്ടുവളപ്പിൽ വിളഞ്ഞ എല്ലാ ഫലവർഗ്ഗങ്ങളും എല്ലാം ഒരുക്കി വച്ച ഓട്ടുരുളിക്കടുത്ത ഈശ്വര സാന്നിധ്യമായി ശ്രീകൃഷ്ണ വിഗ്രഹം. ആ വിഗ്രഹത്തിന് മുന്നിലായി നിലവിളക്ക് കൂടി കത്തിച്ചു വയ്ക്കുന്നതോടെ വിഷുക്കണി ഒരുങ്ങിക്കഴിഞ്ഞു. സൂപ്പർ മാർക്കറ്റിൽ പോയി കൃത്രിമ സാധനങ്ങൾ വാങ്ങി ഇലക്ട്രിക് നിലവിളക്കിന് മുൻപിൽ നിരത്തി വയ്ക്കുന്നതല്ല വിഷുക്കണി. അതിന് പ്രകൃതിയുടെ തുടുപ്പ് വേണം. കൊന്നപ്പൂവും കണിവെള്ളരിക്കയും ചക്കയും മാങ്ങയുമൊക്കെ നമ്മിലേക്ക് പകരുന്നത് തനിമയാർന്ന ഐശ്വര്യത്തിൻ്റെ ആ തുടുപ്പ് തന്നെയാണ്. പ്രകൃതിയുടെ തുടുപ്പിനൊപ്പം ഓട്ടുരുളിയിലെ വാൽക്കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് നമ്മുടെ തന്നെ ജീവാത്മാവും. അടുത്ത ഒരു കൊല്ലം മുഴുവൻ നമ്മുടെ ജീവാത്മാവിൽ നിറയേണ്ടത് പ്രകൃതിയുടെ ഈ തുടുപ്പ് തന്നെയാകണം. അതിനാണ് വിഷുക്കണി. വിഷുക്കണി കാണേണ്ടത് ഉണർന്നാലുടൻ തന്നെ എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ എത്ര മണിക്കാണ് ഉണരേണ്ടത്, എത്ര മണിക്കാണ് കണി കാണേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ പഴമക്കാർക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. വിഷു ദിവസം മാത്രമല്ല, എല്ലാ ദിവസവും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്നെണീക്കണം എന്ന അഷ്ടാംഗഹൃദയം പോലുള്ള ആയുർവേദ ഗ്രന്ഥങ്ങൾ പറയുന്നു. ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വേദങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ പറയുന്നുണ്ട്. മേടം രാശിയിലേക്ക് സൂര്യൻ സംക്രമിക്കുന്ന ദിവസമാണ് വിഷു ആഘോഷിക്കുന്നത്. അന്നേ ദിവസം പ്രകൃതി തരുന്ന സമ്പൽ സമൃദ്ധി മുഴുവൻ ഓട്ടുരുളിയിലാക്കി നമ്മെ കണി കാണിക്കുന്ന മുതിർന്നവർ പിന്നെ ചെയ്യുന്നത് ഇളമുറക്കാർക്കെല്ലാം വിളിച്ചു വരുത്തി കൈനീട്ടം നൽകലാണ്. പ്രകൃതിയുടെ സമ്പൽ സമൃദ്ധി മുഴുവൻ സ്വയം അനുഭവിച്ച് തീർക്കാനുള്ളതല്ല, അത് വരും തലമുറയ്ക്ക് കൂടി പങ്കുവയ്ക്കാനുള്ളതാണ് എന്ന ഓർമ്മപ്പെടുത്തലാണ് വിഷു കൈനീട്ടത്തിലൂടെ നൽകുന്നത്. കൈനീട്ടം ലഭിക്കുന്നവർക്കെല്ലാം ഐശ്വര്യമുണ്ടാവുകയും നൽകുന്നവന് ഐശ്വര്യം വർദ്ധിച്ച ഇനിയും നൽകാനാകുമെന്നുമാണ് വിശ്വാസം. കിട്ടുന്ന കൈനീട്ടം ഒരു വർഷം മുഴുവൻ ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളുടെ സൂചനയാണെന്നും വിശ്വാസമുണ്ട്. വിഷു കൈനീട്ടം കൊടുക്കുന്നയാൾ കണിക്കൊന്നയും നാണയവും ചേർത്ത വലത് കൈയിൽ വച്ചു കൊടുക്കണം. മറ്റുള്ളവർക്ക് അനുഗ്രഹം നൽകുന്ന പുണ്യ നിമിഷമാണിത്. കൊടുക്കുന്നയാളുടെ കൈ ഉയർന്നും വാങ്ങുന്നവൻ്റെ കൈ താഴ്ന്നുമിരിക്കണം. വാങ്ങുന്നവർക്ക് അഭിവൃദ്ധിയുണ്ടാകട്ടെ എന്ന ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ചു വേണം നൽകാൻ. നമിച്ച് നന്ദിപൂർവം കൈനീട്ടം സ്വീകരിക്കുക. ധനം മഹാലക്ഷ്മിയാണ്. ഭഗവാന്റെ കടാക്ഷമുണ്ടെങ്കിൽ മാത്രമേ ലക്ഷ്മിയായ ധനം നമ്മുടെ കൂടെ നിൽക്കുകയുള്ളൂ.
പ്രഹ്ലാദൻ, ധ്രുവൻ, ശ്രീമുരുകൻ ഇവരെല്ലാം പ്രായമായവർക്ക് ഉപദേശം നൽകിയവരാണ്. അതുകൊണ്ട് പ്രായം പ്രശ്നമേയല്ല, ആർക്കും കൈനീട്ടം കൊടുക്കാം. സമ്പത്ത് എന്നാൽ പ്രകൃതിയാണെന്നും അത് വരും തലമുറയ്ക്ക് കൈമാറാനുള്ളതാണെന്നും എത്ര സുന്ദരമായാണ് വിഷുക്കണിയിലൂടെ, വിഷുക്കൈനീട്ടത്തിലൂടെയും പഴമക്കാർ നമുക്ക് കാണിച്ചു തന്നത്. ഓരോ വിഷുവും നമ്മെ ഓർമ്മിപ്പിക്കുന്നതും പ്രകൃതിയോടും തലമുറകളോടുമുള്ള കടപ്പാട് കൂടിയാണ്.